എനിക്ക് ഭദ്രയുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഭദ്ര സ്നേഹിക്കുന്ന പുരുഷൻ എങ്ങനെ ഇരിക്കണം? ഞാൻ സ്നേഹിക്കുന്ന ആള്. അയ്യോ, ഞാൻ ദേവിയാവാൻ പോവാ. എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല, അപ്പോ അന്ന് ഡയറിക്കകത്ത് എഴുതിയിരുന്നോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ? അത് സുഭദ്രേച്ചി ഇല്ലാണ്ടായ പിന്നെ ഞാനല്ലേ ദേവിയാവുക? എന്നാ പിന്നെ എന്റെ ഭദ്രാദേവി എന്റെ ഒരാഗ്രഹം സാധിച്ചു തരൂ. എന്താഗ്രഹം? എന്നെ ഒന്ന് മാന്ത്രിപുരം വരെ കൊണ്ടുപോകൂ. ശ്രദ്ധിച്ചു. ഇതിനകത്തോട്ടോ? ശബ്ദം ഉണ്ടാക്കരുത്. സർപ്പങ്ങള് കാവലിരിക്കുന്ന സ്ഥലാ ഇത്. ഏയ്, അനന്തേട്ടൻ പേടിക്കണ്ട. ആയില്ലേ നക്ഷത്രമല്ലേ? ആദ്യായിട്ടാ മാടമ്പിയിൽ ഒരു ആൺസന്തതി ഇവിടെ കാലെടുത്ത് വെക്കുന്നേ. അതെന്താ? എല്ലാവർക്കും പേടി എവിടെ വരാൻ, എന്റെ അച്ഛനെ പോലും. അതെ, നമ്മളിവിടെ വന്ന വിവരം അച്ഛൻ അറിയരുത് കേട്ടോ. അച്ഛനെങ്ങാനും അറിഞ്ഞോ? ഇല്ല, ഞാൻ പറയില്ല. എന്നാ ഐശ്വര്യായിട്ട് സകല നാഗദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. ഈ പൊത്തിനകത്ത്? അതെ, ഈ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. പേടിയുണ്ടോ? പേടിയില്ല, പക്ഷെ പേടിപ്പിക്കാതിരുന്നാ മതി. എന്നാ എടുക്ക്. അപ്പൊ പേടിയില്ല അല്ലേ? താക്കോല് തരാന്ന് പറഞ്ഞിട്ട്? ഇതാണ് താക്കോൽ. ഈ വിരലൊന്ന് തൊടൂ. എന്തിന്? എന്റെ വിരൽ തുമ്പിൽ തൊട്ടാലേ നാഗമാണിക്യം സ്പർശിക്കാൻ പറ്റൂ. ഇതാണ് മാന്ത്രികപുരം. എല്ലാം അമ്മ പറഞ്ഞ പോലെ തന്നെ. അനന്തേട്ടനറിയോ, പണ്ട് നമ്മുടെ മുതുമുത്തച്ഛനായ മാധവ ഗുരുക്കളുടെ കാലത്ത് അമൂല്യങ്ങളായ പലതും ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു. സിദ്ധയോഗികളെ പേടിച്ച്. നാഗമാണിക്യവും താളിയോലകളും ഒക്കെ. പക്ഷേ നാഗമാണിക്യത്തെക്കാൾ വാല്യുബിൾ ആയിട്ട് ഒന്ന് ഇവിടെ ഉണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട കേട്ടോ, നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോവാനോ? നാഗമാണിക്യം കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഇതിനകത്താണ്. അങ്ങനെ അമേരിക്കയിൽ നിന്ന് വന്നു കരുതി നാഗമാണിക്യം പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഒരു യോഗവും ഭാഗ്യവും ഒക്കെ വേണം. പിന്നെ മാടമ്പിയിലെ പെണ്ണിന്റെ സാന്നിധ്യവും വേണം. അതുണ്ടല്ലോ. അതുണ്ട്, പക്ഷെ കുഞ്ഞൂട്ടന്റെ അനുവാദമില്ലാതെ നാഗമാണിക്യം കാണാൻ പറ്റില്ല. ഓ, കുഞ്ഞൂട്ടൻ. അമ്മ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൂട്ടനെ പറ്റി. അനന്തേട്ടൻ അറിയോ കുഞ്ഞൂട്ടനെ? പിന്നെ ആ ദിഗംബരന്റെ ആഭിചാരങ്ങൾ കാരണം കുഞ്ഞൂട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരാറേ ഇല്ല. കുഞ്ഞൂട്ടനില്ലാതെ നാഗമാണിക്യം കാണാനും പറ്റില്ല, കുഞ്ഞൂട്ടനെ ആണെങ്കിൽ കാണാനും ഇല്ല. അല്ല, അപ്പൊ ഭദ്ര നാഗമാണിക്യം കണ്ടിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ സുഭദ്രേച്ചി കണ്ടിട്ടുണ്ട്. ഓ, വെയിറ്റ്. നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ, നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ, നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ.
കുഞ്ഞൂട്ടാ, കുഞ്ഞൂട്ടാ. മനസ്സിലുള്ള ആഗ്രഹം സത്യസന്ധവും പരിശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ നാഗമാണിക്യം ദർശിക്കാൻ കഴിയൂ. നല്ലോണം പ്രാർത്ഥിച്ചോണേ. ഭഗവാനെ, അനന്തേട്ടൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണേ. എൻ്റെ അമ്മ ജീവിച്ച പോലെ ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം എനിക്കും ജീവിക്കാൻ സാധിക്കണേ. നമുക്കിവിടെ നിൽക്കണം. ഭദ്രേ, ഭദ്രേ. 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 കൊല്ലു അയാള്. നാഗമാണിക്യം സ്വന്താക്കാൻ എന്റെ സുഭദ്രേച്ചിയെ കൊന്ന പോലെ എന്നെയും കൊല്ലു അയാള്. കൊല്ലുന്നു? ഭദ്രേ. എല്ലാരും പറയണ സുഭദ്രേച്ചി കാണാതായെന്ന. ഭദ്രേ, ഭദ്ര ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാനില്ലേ. രഥോത്സവത്തിന് ദേവിയാകേണ്ട ദിവസം അയാളുടെ സുഭദ്രേച്ചിയെ കൊന്നത്. ശരീരം പോലും കിട്ടിയില്ല. ഇപ്പോ ഇഷ്ടമല്ലെങ്കിലും എന്നെയും ദേവിയാക്കാൻ പോവാ. ഈ രഥോത്സവത്തിന് എന്നെ അയാൾ കൊല്ലും. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നാഗമാണിക്യത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്താ ആഗ്രഹിച്ചെന്ന് പറയട്ടെ. ഞാൻ വിചാരിച്ചു ഭദ്രേ, ഇവിടെ വരൂ. അമ്മ, ഐ കൻ എക്സ്പ്ലെയിൻ എവറിത്തിങ്. ഞാൻ ഈ മാന്ത്രികപുരയൊന്നും കണ്ടിട്ടില്ല. കുട്ടിയല്ലേ? ഇനി എന്ത് വ്രതം? രാത്രി മുഴുവൻ കട്ടടത്ത് കഴിഞ്ഞിട്ട് ദാഹിച്ച ഒരു തുള്ളി വെള്ളം പോലെ കൊണ്ടുപോകും. കുട്ടിയെ നോവിച്ചു. എന്തായി കാട്ടിയത്? വ്രതം നോക്കി ദേവിയാവേണ്ട കുട്ടിയെ ഒരു രാത്രി മുഴുവൻ കണ്ടില്ല. നിന്റെ അമ്മ ചെയ്ത തെറ്റിന്റെ ഫലം ഇപ്പോഴും അനുഭവിക്കായി ശിവപുരത്തുകാര്. അമ്മവ പ്ലീസ്, സ്നേഹിച്ചു പോയ ആളോട് ജീവിച്ചതാണോ എന്റെ അമ്മ ചെയ്ത തെറ്റ്? പറയുന്നുകൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. ഭദ്ര എന്റെ മകളാണ്. അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ അവളുടെ അച്ഛനായ ഞാനുണ്ട് ഇവിടെ. ഭദ്രയെ ദേവിയാക്കിയിട്ട് നിങ്ങളൊക്കെ എന്താ നേടാൻ പോകുന്നത്?
സുഭദ്രയ്ക്ക് സംഭവിച്ചത് ആവർത്തിക്കാൻ പാടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല, ആരുടെ കയ്യിൽ നിന്ന് ഒളിച്ചോടുന്നത്? ആ ബ്ലാക്ക് മാജിക് കാണിക്കുന്ന ദിഗംബരന്റെ കയ്യിൽ നിന്നോ? അനന്താ, ദിഗംബരനെതിരെ തിരിഞ്ഞവരുടെയൊക്കെ ചോര വീണ മണ്ണ ഇത്. ഏതായാലും ഞാൻ കാരണം ആരുടെയും ചോരയൊന്നും ഇവിടെ വീഴണ്ട. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ആരെതിർത്താലും ഭദ്ര എനിക്കിഷ്ടമാണ്. എന്താ പറഞ്ഞേ? ഭദ്ര എനിക്ക് ഇഷ്ടമാണെന്ന്. എന്താ? എങ്ങോട്ട്? എന്താടോ? ആര്? മത്തായി ചേട്ടാ, അങ്ങോട്ട് പോയി.